മച്ചാമരെ, ഇത് ഞങ്ങളുടെ സൈറ്റിൽ രണ്ടാമത്തെ ദിവസമാണ് ഈ വർക്ക്. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു പുതിയ വീടിൻ്റെ ബേസ്മെൻറ്റ് മുഴുവനും പൊട്ടി തകർന്നതിൻ്റെ. അപ്പോൾ ഞാൻ തമ്പനിയിൽ പറഞ്ഞിരിക്കും പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇനി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ എൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം, ആ വീഡിയോ ഒന്ന് കാണണം. ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മളെപ്പോഴും ഈ വീടിന് ഈ ബേസ്മെൻറ്റ് ഇങ്ങനെ വരാൻ കാരണം 100% ബേസ്മെൻറ്റ് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ് ഇതിങ്ങനെ വരാൻ കാരണം. ഇപ്പോൾ ഞങ്ങൾ മുഴുവനും മണൽ മാറ്റിയപ്പോൾ തന്നെ ഈ മൂലയിൽ നിന്ന് കല്ല് കംപ്ലീറ്റും തൊഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ 2 മൂലയിലും കരിങ്കല്ല് കൊണ്ട് കെട്ടി ആ ബെൽറ്റ് കോൺക്രീറ്റിൽ മുട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് മറിയും, ഈ ബെൽറ്റ് ഉൾപ്പെടെ വിട്ടുപോകും. അതുകൊണ്ടാണ് ഞങ്ങൾ 2 മൂലയിലും കെട്ടി കടുപ്പിച്ചതിന് ശേഷം ഇവിടുത്തെ കല്ലൊന്നും ഇളക്കാനില്ല, കംപ്ലീറ്റ് കല്ല് ഇളകിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വാനം വെട്ടിയപ്പോൾ, അതായത് 2 അടി താഴ്ച ഇവിടെ വാനം വെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നല്ല ലൂസ് മണലായിരുന്നു. നമ്മൾ കരിങ്കല്ല് കെട്ടുമ്പോൾ എപ്പോഴും, കാരണം ഇത് 2 നില വീടാണ്, 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടണം. ഇത് വെറും മണൽ, അതായത് ലൂസ് ഉറപ്പില്ലാത്ത മണലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കരിങ്കല്ല് വെച്ച് കെട്ടിയത് കൊണ്ടാണ് ബേസ്മെൻറ്റ് കൊണ്ട് ഇരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ കരിങ്കല്ല് നേരെ ചാന്തിട്ടല്ല കെട്ടിയിരിക്കുന്നത്. കാരണം വെറുതെ കല്ല് വാരി കുഴിക്കകത്ത് വാരി അടുക്കിയിട്ട് കുറേ മെറ്റിലും വാരിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചാന്ത് ഇട്ടാണ് കെട്ടി ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ബെൽറ്റിൻ്റെ പുറത്താണ്, അതായത് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ വാനം വെട്ടുമ്പോൾ ഒരുപാട് ലൂസ് മണലാണെങ്കിൽ ആ മണൽ മുഴുവനും വെട്ടി നല്ല ഉറപ്പ് വരുന്നത് വരെ നമ്മളത് വെട്ടി മാറ്റണം. അതിനുശേഷം നമ്മൾ കരിങ്കല്ല് കെട്ടുന്നുമ്പേ കുറച്ച് കോൺക്രീറ്റ്, അതായത് 8M കമ്പി വെച്ച് മാറ്റ് കെട്ടി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ കരിങ്കല്ല് കെട്ടാൻ. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പൊട്ടൽ വരുമെന്നോ അല്ലെങ്കിൽ കല്ല് കൊണ്ട് താരുമെന്നോ ഒന്നും നമുക്ക് പേടിക്കണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, എവിടെയാണോ ലൂസ് വരുന്നത്, അതായത് ഇതിപ്പം വീടിൻ്റെ മൂലയാണ് വന്നിരിക്കുന്നത്. മൂല എന്ന് പറയുന്നത് നമ്മൾ ലോഡ് മുഴുവനും പിടിക്കുന്ന സൈഡാണ്. ഇപ്പോൾ സെൻറ്ററൊക്കെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ മണ്ണ് കല്ലുകൊണ്ട് ഇരുന്നാലും വീടിന് പൊട്ടൽ വരില്ല. അപ്പോൾ നമ്മൾ മൂല വരുമ്പോൾ നമ്മൾ അവിടെ ഒരു കുട്ടി ഒരു കോളം കൊടുത്തിട്ട് അതിന് നമ്മൾ കരിങ്കല്ല് കൊണ്ട് 2 സൈഡും കരിങ്കല്ല് മുട്ടിച്ച് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ കോളത്തിലെ ബെൽറ്റിൻ്റെ കമ്പി എല്ലാം കൂടി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മിസ്റ്റേക്കാണ് ഇത് വരാൻ കാരണം. അപ്പം ഇപ്പം ക്ലയൻറ്റിന് നല്ല ഇരട്ടി ചിലവാണ്, കാരണം ഒരുപാട് പൈസ നഷ്ടം വന്നിട്ടുണ്ട്. കാരണം പൈസ നഷ്ടം വരുന്നതല്ല മെയിൻ കാര്യം, കാരണം സമാധാനത്തോടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പം നമുക്കിനി ഈ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു കോൺട്രാക്ടിന് വർക്ക് കൊടുക്കുമ്പോൾ മാക്സിമം നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ആളിന് വേണം നമ്മൾ വർക്ക് കൊടുക്കാൻ. യാതൊരു പരിചയമില്ലാത്ത ഒരാൾ റേറ്റ് കുറച്ച് ചെയ്യാം എന്ന് കരുതിയാൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ട് അവർ ആ ഒരു രീതിയിൽ ചെയ്യും. പിന്നെ അവർ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണം, കാരണം അവർ ചെയ്ത വർക്ക് എങ്ങനെയാണ് എല്ലാം നമ്മൾ തിരക്കിയിട്ട് വേണം നമ്മൾ വീട് പണി ഇറങ്ങിത്തിരിക്കാൻ. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പത്തിരിപ്പ് കണ്ടോ, ഈ പത്തിരിപ്പാണ് ഈ തള്ളി നിൽക്കുന്നത്. ഏകദേശം 1 അടിയോളം തള്ളി നിൽക്കുകയാണ്. അതായത് ബേസ്മെൻറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 അടി, അതിൽ 1 അടി പത്തിരിപ്പ് തള്ളി, ആ പോയിട്ട് 1.5 അടിയിലാണ് ഈ ലോഡ് നിൽക്കുന്നത്. സാധാരണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പത്തിരിപ്പ് ഒരു 4 ഇഞ്ച് പത്തിരിപ്പ് അല്ലെങ്കിൽ 5 ഇഞ്ച് പത്തിരിപ്പ് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ 1.25 അടി കെട്ടി 1.25 അടി വീതിക്കാണ് കരിങ്കല്ല് കെട്ടുന്നത്. അതും കെട്ടുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ സിമൻ്റ് ഇട്ട്, അതായത് ചാന്ത് ഇട്ട് തന്നെ കരിങ്കല്ല് കെട്ടണം. ഇതിപ്പം ക്ലയൻറ്റ് നിൽക്കുമ്പോൾ വാനം, അതായത് കുഴിക്കകത്ത് കല്ല് കൊണ്ടിടും, അവർ കാണുന്നില്ല, അവർക്ക് അറിയത്തില്ല അടിയിൽ സ്ട്രോങ് ആണോ ഉറപ്പുണ്ടോ എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇത് ക്ലയൻറ്റിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഇത് വർക്ക് ചെയ്ത ആളുടെ മിസ്റ്റേക്കാണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇനിയൊരു വീട് വയ്ക്കും, ഇനി നമ്മളിതായി ഈ മണൽ മുഴുവനും മാറ്റി ഇത് കംപ്ലീറ്റും കരിങ്കല്ല് കെട്ടി അതിൽ മുട്ടിച്ച് ഇപ്പോഴത്തെ സെപ്പറേറ്റ് നമ്മളൊരു കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മണ്ണ് കൊണ്ട് താരാതിരിക്കാൻ, അതായത് മണ്ണ് ഇനി ഒലിപ്പൊന്നും വന്ന് മണ്ണ് കൊണ്ട് താരാതിരിക്കാൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ഒരു ബെൽറ്റ് പോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതിൽ ഘടിപ്പിക്കും. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇരട്ടി ചിലവാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീട് വയ്ക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, വീടിൻ്റെ ബേസ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം.
ഇതുപോലെ ചതപ്പിലോ ലൂസ് മണലിലോ കൊണ്ട് കരിങ്കല്ല് കെട്ടരുത്, കോൺക്രീറ്റ് ഇട്ട് തന്നെ കെട്ടണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.